Under 30,000 rupees, Realme പുതിയൊരു ഗെയിമിംഗ് ഫോൺ വരുന്നുണ്ട്. ഇത് ഗെയിമിംഗ് ഫോൺ മാത്രമല്ല, ഇതിൽ നല്ല ക്യാമറ, നല്ല ഡിസ്പ്ലേ, അങ്ങനെ എല്ലാ സ്പെസിഫിക്കേഷനും വെച്ചിട്ടാണ് Realme ഇത് ഇറക്കുന്നത്. Realme GT സീരീസ് ആണ്. GT സീരീസ് ലാസ്റ്റ് ഇറങ്ങിയത് 2 വർഷങ്ങൾക്ക് മുമ്പെയാണ്. GTയുടെ Neo 3T അങ്ങനെ ഏതൊരു ഫോണാണ് ലാസ്റ്റ് ഇറങ്ങിയത്. അതിനുശേഷം Realme ഒരു ഫോൺസും അല്ലെങ്കിൽ GT സീരീസിൽ Realme ഒരു ഫോൺസും ഇറക്കിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ Realme GT സീരീസ് വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. പ്രൈസും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. ലീക്ക്ഡ് അല്ല, ഓൾമോസ്റ്റ് കൺഫേം പ്രൈസിങ് കാര്യങ്ങളൊക്കെയാണ്. സ്പെസിഫിക്കേഷൻ ആണെങ്കിലും 100% കൺഫേം ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് 30,000 റുപ്പീസിനകത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു 30,000 റുപ്പീസിനകത്ത് നല്ല ഇൻട്രസ്റ്റിംഗ് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഫോണിൻ്റെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ലുക്സ് ആണ്. ഈ ഒരു ലുക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു മാറ്റും ഗ്ലോസി മിക്സായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഇതിൻ്റെ ക്യാമറ മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ യൂണീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതിൻ്റെ ക്യാമറ മോഡ്യൂൾ കാണുമ്പോൾ പോക്കോൻ്റെ ഒക്കെ ഡിവൈസ് പോലെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പോക്കോൻ്റെ M6 Pro ഒക്കെ ഏകദേശം ഇതേ ക്യാമറ മോഡ്യൂളിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതേ ഒരു ഡിസൈനൊക്കെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. യൂണീക്കായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. റെഡ്മിയുടെ സീരീസ് ആണെങ്കിലും ഏകദേശം ഇതേ ക്യാമറ മോഡ്യൂളൊക്കെ തന്നെയാണ്. കുറച്ചുകൂടെയൊക്കെ ഡിഫറൻ്റ് ആയിട്ട് എന്തായാലും റിയൽമിക്ക് GT സീരീസിന് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. മാത്രമല്ല ബാക്ക് ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും എല്ലാം പ്ലാസ്റ്റിക്കാണ്. അറ്റ്ലീസ്റ്റ് ഗ്ലാസ് ബാക്കെങ്കിലും ഈ ഒരു പ്രൈസ് പോയിന്റ് കൊടുക്കാമായിരുന്നു. 30K ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് കറക്റ്റ് പ്രൈസിങ് എന്തായാലും പറയാം, പക്ഷേ ആ ഒരു പ്രൈസിന് എന്തായാലും ഗ്ലാസ് ബാക്കിന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പേഴ്സണലി എനിക്ക് ഒട്ടും തന്നെ ഈ ഒരു പ്രൈസിന് എന്തായാലും എനിക്കൊന്നും നല്ലതൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ആവറേജ് ആണ്. ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ആ ഒരു ബാക്ക് സൈഡ് കംപ്ലീറ്റ്ലി ഗ്ലോസിയാണ്. കാണാൻ മാറ്റ് ഫിനിഷ് പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ആക്ച്വലി ഗ്ലോസി ഫിനിഷാണ്. അവിടെ സ്ക്രാച്ചസ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിനൊരു വീഗൻ ലെതർ ഫിനിഷ് കൂടെ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ സ്ക്രാച്ചായി ഒരു വഴിയാവും. എന്തായാലും കേസ് ഇട്ട് യൂസ് ചെയ്താൽ പോലും സ്ക്രാച്ച് ആവും. അത് ഇപ്പോൾ റിയൽമിയുടെ പല ഫോൺസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റിയൽമി മാത്രമല്ല, പ്ലാസ്റ്റിക് ബാക്ക് വരുന്ന ഫോൺ ഏത് ബ്രാൻഡിൻ്റെ ആയാലും സ്ക്രാച്ച് ഈസിലി ആവും. അത് മാറ്റ് ഫിനിഷ് ആണെങ്കിൽ ഒരു പരിധി വരെ സ്ക്രാച്ച് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സാംസങ്ങിൻ്റെ ചില ഫോൺസിലൊക്കെ ഒരു മാറ്റ് ഫിനിഷ് കൊടുക്കാറുണ്ട്, ഒരു പ്രത്യേക മാറ്റ് ഫിനിഷ് കൊടുക്കാറുണ്ട്. ബട്ട് ബാക്കിയുള്ള റിയൽമി ആണെങ്കിലും ഓപ്പോ ആണെങ്കിലും ഏത് ബ്രാൻഡിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാലും ഈസിലി സ്ക്രാച്ച് ആവാറുണ്ട് പ്ലാസ്റ്റിക് ആണെങ്കിൽ. അപ്പോൾ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ ഒരു ആംലോഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ആംലോഡ് എന്ന് പറയുന്നതിനെക്കാട്ടും ബെറ്റർ ഒരു OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം ആംലോഡ് എന്ന് പറയുന്നത് സാംസങ് സപ്ലൈ ചെയ്യുന്ന OLED ഡിസ്പ്ലേസിനാണ് ആംലോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിൽ സാംസങ്ങിൻ്റെ അല്ല സപ്ലൈ വരുന്നത്. BOE എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് റിയൽമിക്ക് ഈ ഒരു ഫോണിന് ഡിസ്പ്ലേ സപ്ലൈ ചെയ്യുന്നത്. എന്നും പറഞ്ഞ് മോശമായിട്ടുള്ള ഡിസ്പ്ലേ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ഈ ഒരു BOE ആണ് നമ്മുടെ OnePlusൻ്റെ പുതിയ സീരീസ് ആണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ റിയൽമി, ഓപ്പോ മിക്ക ബ്രാൻഡ്സിനും സപ്ലൈ ചെയ്യുന്നത് ഒരു ചൈനീസ് കമ്പനിയാണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിന് വലിയ കംപ്ലൈൻസ് ഒന്നും പറയാനില്ല. 1.5Kൻ്റെ റെസൊല്യൂഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി 1.5Kൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, 1080p തന്നെ ധാരാളമാണ്. ഈ 1080pയും 1.5Kൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അറിയാനൊന്നും പറ്റത്തില്ല. എന്നാൽ ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz ഉണ്ട്. 120 Hz LTPO പാനലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനിപ്പോൾ LTPO 1 ആണോ 2 ആണോ 3 ആണോ എന്നൊന്നും അറിയത്തില്ല. എന്തൊക്കെയായാലും LTPO ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ LTPO ഡിസ്പ്ലേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഒരു യൂസും ഇല്ലെങ്കിൽ ഈ LTPO ഡിസ്പ്ലേ ആണെങ്കിൽ ഈ ഫോണിൻ്റെ റീഫ്രഷ് റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ 1 Hzലോട്ടോ 10 Hzലോട്ടോ 24 Hzലോട്ടോ ഒക്കെ സ്വിച്ച് ആവാറുണ്ട്. നോർമൽ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ LTPO അല്ലാത്ത പാനൽസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 120 Hz ആയിട്ടുള്ള ഡിസ്പ്ലേ 60 Hz പോയി നിൽക്കും. ഇപ്പോൾ ഓട്ടോ മോഡ് ആണെങ്കിൽ, അല്ലാതെ കോൺസ്റ്റന്റ് മോഡിയുടെ ആണെങ്കിൽ 120 Hz തന്നെ നിൽക്കും. എന്നാൽ LTPO പാനൽസ് ഇതുപോലെ നല്ല ലോ ഹേർട്സിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ബാറ്ററി സേവ് ചെയ്യാനുള്ള വളരെ നല്ലൊരു കാര്യമാണ് ഈ LTPO പാനൽസ് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺസിൽ. അതും ഈ ഒരു പ്രൈസ് പോയിന്റിന് LTPO പാനൽ കിടിലൻ തന്നെയാണ്. കാരണം വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഈ ഒരു പ്രൈസ് പോയിന്റ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പേഴ്സണലി എനിക്കറിയത്തില്ല. LTPO പാനൽ വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് പോയിന്റ്. പിന്നൊരു കാര്യം, LTPO പാനൽ വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫേഴ്സിനൊക്കെ സാംസങ് ഗാലക്സി S22 20,000 റുപ്പീസിനൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. കുറച്ച് നേരം മാത്രം ഉണ്ടായിരുന്ന ഒരു ഓഫറാണ്. എന്നിരുന്നാൽ പോലും 20Kക്ക് ആ ഒരു ഫോൺ വിറ്റ് പോയിട്ടുണ്ട്. അതിൽ LTPO ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഈ ഒരു ഫോണിൽ LTPO ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. നമ്മുടെ ഈ ഒരു ചാനലിനെ പോലെ തന്നെയാണ്, അടിപൊളി പെർഫോമൻസ് ആണ്. അതുകൊണ്ട് ഇനി ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസിനായിട്ട് റിയൽമി കൊടുത്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ 7+ Gen 3 ആണ്. ഇപ്പോൾ ഈ സ്നാപ്ഡ്രാഗൻ്റെ 7+ Gen 3 അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 3 എന്നൊക്കെ കേട്ട് കൺഫ്യൂഷൻ ആവണ്ട. രണ്ടും ഏകദേശം സെയിം ആണ്. അപ്പോൾ ഈ 7+ Gen 3യും 8s Gen 3ൻ്റെ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 8s Gen 3യിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു GPUവും ക്ലോക്ക് സ്പീഡും കൂടുതലാണ്. അത്ര മാത്രമേ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതിൽ കുറച്ച് ഡീഗ്രേഡഡ് ആയിട്ടുള്ളൊരു
ഒരു GPUവും കുറച്ചൊന്ന് ക്ലോക്ക് സ്പീഡ് കുറവുമാണ്. എന്നാൽ മേജർ ഡിഫറൻസ് ഒന്നും നോർമൽ ടാസ്കിലൊന്നും അറിയത്തേയില്ല. ഗെയിമിങ്ങിന് ഒരു ചെറിയൊരു മൈന്യൂട്ട് അപ്ഗ്രേഡ് എന്തായാലും നമ്മുടെ 8s Gen 3ക്കാണുള്ളത്. ഈ 8s Gen 3 വരുന്ന ഒരു ഫോണിനെ പറ്റി നമ്മൾ റീസെൻ്റ്ലി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ റീസെൻറ്റ് എന്നും പറഞ്ഞൊരു ലിങ്ക് കൊടുത്തേക്കാം. ആ ഒരു ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ റീസെൻ്റ്ലി ചെയ്ത ഈ ഒരു ഫോണിനെ പറ്റിയാണ്. 30K അണ്ടറിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ആവുന്നതായിരിക്കും. ആ ഒരു അൺനോൺ ഫോൺ എന്ന് പറയുന്നത് ആ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 ആണ് അണ്ടർ 30K. ഈ ഒരു ഫോണിലും ഈ ചിപ്സെറ്റ് ആയതുകൊണ്ട് എനിക്ക് വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല 30K അകത്ത്. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ സോണിയുടെ IMX882 എന്ന് പറയുന്ന സെൻസറാണ്. 50 മെഗാ പിക്സൽ സെൻസറാണ് ബാക്കിൽ മെയിൻ സെൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡറി സെൻസർ 8 മെഗാ പിക്സലാണ്. ഞാൻ ലാസ്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്തിനോ വേണ്ടി കൊടുക്കും പോലെയാണ് തോന്നുന്നത്. കാരണം 4-5 വർഷങ്ങൾക്ക് മുമ്പേ 13 മെഗാ പിക്സലും 12 മെഗാ പിക്സലൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ബ്രാൻഡുകളാണ് ഇപ്പോൾ 8 മെഗാ പിക്സൽ കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്ന എല്ലാ ഫോൺസിലും. അപ്പോൾ എന്തായാലും 8 മെഗാ പിക്സൽ അൾട്രാ വൈഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഷൂട്ടർ 32 മെഗാ പിക്സലാണ്. അപ്പോൾ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ റിയൽമിയുടെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും ഓൺ പേപ്പർ ക്യാമറ പെർഫോമൻസ് നല്ലതായിരിക്കാൻ ചാൻസസ് ഉണ്ട്. എസ്പെഷ്യലി എൻ്റെ മെയിൻ സെൻസർ നല്ലതായിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സെൽഫി ക്യാമറയിലോ അൾട്രാ വൈഡിലോ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും മെയിൻ സെൻസർ എന്തായാലും ബെറ്റർ തന്നെയാണ്. പിന്നൊരു കാര്യം 50 മെഗാ പിക്സൽ OIS കൊടുത്തിട്ടുണ്ട്. അത് 30K ഉള്ള മിക്ക സ്മാർട്ട് ഫോൺസ് OIS കൊടുക്കുന്നതാണ്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വലിയ അതിശയമായിട്ടൊന്നും പറയാനില്ല. ഇതാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് എക്സ്പെക്ട് ചെയ്യേണ്ട അൾട്രാ വൈഡിലും സെൽഫിയിലും. ബട്ട് മെയിൻ ക്യാമറയിൽ കുറച്ചൊക്കെ ഹോപ്പ് വെച്ചോളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ ക്യാമറ പെർഫോമൻസോടെ നോക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ മെയിൻ സെൻസർ വെച്ച് എന്തായാലും അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഫോണിൽ 5500 mAh ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 100 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ, സൂപ്പർ വൂക്ക് ചാർജറാണ്. അത്യാവശ്യം നല്ല സ്പെക്ക് ചെയ്യാനാണ്. 5500 ഉള്ളതുകൊണ്ട് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ നിന്ന് കുറച്ചുകൂടെ നല്ലൊരു കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ റാം സ്റ്റോറേജ് വേരിയൻസ് ഒക്കെയാണ്. നമ്മുടെ OnePlus 12R 40,000 rupees കോസ്റ്റ് ചെയ്യുന്ന ഫോണിൽ അവരാദ്യം പറഞ്ഞത് 256 GB UFS 4.0 ആണെന്ന് ആദ്യം പറഞ്ഞ് മാർക്കറ്റ് ചെയ്ത് കുറേ ഫോണൊക്കെ വിറ്റു. എന്നിട്ടാണ് അവർ പറഞ്ഞത് അല്ല ഇത് 3.1 ആണെന്നൊക്കെ കുറേ പറഞ്ഞ് ഭയങ്കര ഒരു പ്രശ്നമൊക്കെ ആയ ഒരു കേസാണ്. ബട്ട് ഈ ഒരു ഫോണിൽ സെയിം കമ്പനിയുടെ റിയൽമിയുടെ സൈഡിൽ വരുന്ന ഈ ഒരു ഫോണിൽ UFS 4.0 നമുക്ക് മേടിക്കാൻ പറ്റും. അതിന് കുറച്ച് വേരിയൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് ബേസ് ആയിട്ട് വരുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് 8 GB റാമും 128 GB സ്റ്റോറേജാണ്. 128 GB UFS 4.0 വരാറില്ല. UFS 4.1 മാത്രമേ വരത്തുള്ളൂ. 4.0യുടെ മൊഡ്യൂൾ എന്തായാലും 128 GB ഇതുവരെയും സാംസങ് ആണ് ഇറക്കുന്നത്. സാംസങ് ഇതുവരെ ഇറക്കിയിട്ടില്ല. ഈ ഒരു ഫോണിൽ ആ ഒരു വേരിയൻറ്റിന് മാത്രം നമുക്ക് 3.1 ആണ് കിട്ടുന്നത്. എന്നാൽ ബാക്കി വേരിയൻസ് 8 GB 256ൻ്റെ വേരിയൻറ്റ്, 12 GB 256 ആ ഒരു വേരിയൻറ്റ് എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ഈ 12 GB 256 പിന്നുള്ളൊരു വേരിയൻ്റ് എന്ന് പറയുന്നത് 12 GB 512 GB വരെ ഇതിൻ്റെ സ്റ്റോറേജ് പോകുന്നുണ്ട്. ഇതെല്ലാം അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഇതെല്ലാം 4.0ലാണ് ബേസ്, ആ ഒരു 128 GB അല്ലാതെ. ഇതിൻ്റെയൊക്കെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ വിത്ത് ബാങ്ക് ഓഫർ നമുക്കിതിൻ്റെ പ്രൈസിങ് വരുന്നത് 29,999 ആണ്. അതായത് 30,000 rupees ആണ്. അപ്പോൾ 30,000 rupeesനകത്ത് നല്ലൊരു ഫോൺ തന്നെയാണ് റിയൽമിയുടെ GT60 എന്ന് പറയുന്നത്. ഗെയിമിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും. എന്നാൽ ഇതിൻ്റെ മെയിൻ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പോക്കോൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഫോണാണ്. ആ ഒരു ഫോൺ എന്ന് പറയുന്നത് ഇതിനേയും കാട്ടും ബെറ്റർ ഗെയിമിംഗ് പെർഫോമൻസ് തരും. പക്ഷേ ക്യാമറ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഈ ഒരു ഫോണിലാണ് ബെറ്റർ ആയിട്ടുള്ളത് റിയൽമിയിൽ ഓൺ പേപ്പർ. മറ്റേ ഫോണിൽ നോക്കുകയാണെങ്കിൽ LYT600 എന്ന് പറയുന്ന സെൻസറാണ്. ഇതേ സെയിം സെൻസർ നമ്മുടെ റിയൽമി അണ്ടർ 20K ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സെൻസറാണ് പോക്കോ ആ ഒരു 30K റേഞ്ചിലുള്ള ഫോൺ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു GT സീരീസിൽ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും. അപ്പോൾ ഡിസ്പ്ലേ പറ്റി ഒരു കാര്യം എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് പോക്കോ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. എന്നാൽ റിയൽമി GT സീരീസിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ആകെ ഒരു പ്രോബ്ലം തോന്നുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരിക്കും. റിയൽമിയുടെ പുതിയ വരുന്ന എല്ലാ ഫോൺസിനും കുത്തി നിറച്ച് ബ്ലോട്ട്വെയർ വിടാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിനും ഒരു മാറ്റം കാണത്തില്ല എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ GT സീരീസ് ആയതുകൊണ്ട് ഒരു പ്രീമിയം സീരീസ് ആയതുകൊണ്ട് കുറച്ച് ബ്ലോട്ട്വെയർ ഒക്കെ കുറയ്ക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ നമുക്കൊന്ന് സപ്പോർട്ട് ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.